ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങോട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്, രാത്രി മാത്രം ചെറിയൊരു തണുപ്പുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂന്നാറൊന്ന് പോയി നോക്കുകയാണ്. അവിടുത്തെ സ്ഥിതി എന്താ, കാലാവസ്ഥയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. തണുപ്പുണ്ടോ അല്ലേ? അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. നമ്മുടെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട്, തൃശ്ശൂർ അങ്ങനെയാണ് പോകുക കേട്ടോ. സാധാരണ നമ്മൾ നാടുകാണി ഇറങ്ങി മലപ്പുറം കയറി അങ്ങനെ ഒരു പോകുന്ന, മലപ്പുറം അങ്ങനെ പെരിന്തൽമണ്ണ അങ്ങനെ ആ റൂട്ട് പിടിക്കൽ പതിവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നു. നമ്മുടെ ഈക്കോയിൽ നമ്മുടെ ആദ്യത്തെ മൂന്നാർ യാത്രയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങി അങ്ങനെ പോവാം, മെല്ലെ അങ്ങ് പോവാം. അപ്പം ഞാനേ ചെറുതായിട്ടൊന്ന് വണ്ടി കഴുകുകയൊക്കെ ചെയ്തു. അതെ, വണ്ടിക്കുള്ള സാഹചര്യങ്ങളും സംഭവം അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. കൊച്ചു പോണ വഴിക്ക് അംഗനവാടിയിലൊക്കെ ഇറങ്ങി പഠിച്ചിട്ട് പോകാനാണ് കൊച്ചിന്റെ ഒരു പ്ലാനിങ്. ഇതെന്താ സാധനങ്ങളോ? നിറച്ച് സാധനമാണല്ലോ ഇതിന്, നമുക്കുള്ളതിനേക്കാളും സാധനമാണല്ലോ. അപ്പൊ നമുക്ക് പോവാം. ഈ യാത്രക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം, നമുക്ക് ലഗേജ് ഇച്ചിരി കുറവാ. പറ്റ കുറവാ. ഏറ്റവും കുറവ് ഫുഡൊക്കെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ സാധാരണ കയ്യിലിട്ടപ്പോഴൊക്കെ കുറെ കൊണ്ടായിരുന്നു. അതൊന്നുമില്ല, അത് അരി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അരിയുണ്ട്. നീ എന്തെങ്കിലും വേണേ മേടിക്കണം. അപ്പൊ നമുക്ക് മെല്ലെ വിടാം, വാ. ഇതുണ്ടോ, കുഞ്ഞാറ്റ സ്ട്രോബെറിയുടെ ഒരു തൈയാണ് കേട്ടോ. അപ്പം കുഞ്ഞാറ്റ ഇന്ന് വന്ന് അത് നോക്കും. അപ്പം ഇത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് പറിക്കാൻ എന്നെ ഏൽപ്പിച്ച് വിട്ടേക്കുവാണ്. എന്നിട്ട് അവിടെ വെയിറ്റിംഗ് ആണ് കൊച്ച്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ലല്ലോ. കൊച്ചിന്റെ സ്ട്രോബെറി മരത്തിൽ നിന്ന് 2 സ്ട്രോബെറി കിട്ടി. ഓ ഭയങ്കര വിളിയാ, ഞാൻ കഴിക്കണ്ടെങ്കിൽ നീക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ആക്ഷനൊക്കെ ഞാനിടും. അതെ, പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? മെല്ലെ വിടാം അല്ലേ? അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് നമ്മളോട് ടാറ്റ പറയാൻ ആരുമില്ല, ബൈ ബൈ പറയാൻ ആരുമില്ല. വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീടൊക്കെ കൂട്ടി ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോ നമ്മളിങ്ങനെ ഇനി എങ്ങോട്ടാണ്? നമ്മള് ഷാജിപ്പാപ്പന്റെ നാട്ടിലേക്ക് നാട്ടിലേക്ക് പോവാ. അതെ, ഷാജിപ്പാപ്പന്റെ നാട് വഴി എങ്ങനെ കറങ്ങി പോകണം നമ്മള്. അപ്പൊ നമ്മൾ എന്നും പ്രാർത്ഥിച്ചിറങ്ങുന്നത് നമ്മുടെ പള്ളിയാണ് കേട്ടോ. നമുക്ക് ഇറങ്ങിട്ടങ്ങ് പോവാ അല്ലേ? അതെ, ഇറങ്ങി പ്രാർത്ഥിച്ചൊരു നേർച്ച കിട്ടിട്ട് പോവാം. അതെ, ഇവിടെ നോക്കാം വണ്ടി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറട്ടോ. നമ്മുടെ സുന്ദരിക്കുട്ടിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. ഇത് നോക്കേ, കൊമ്പൊക്കെ കുത്തി, തലയില് ക്ലിപ്പ്. തുടക്കത്തിൽ ഇതെല്ലാം കാണും, കുറച്ച് കഴിയുമ്പോൾ എന്താവും, മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല. കാണിച്ച് ഞാൻ തരുന്നത് കേട്ടോ. അല്ല സുന്ദരി ആൻസി, നമുക്ക് വേറെ മെയിൻ ടാസ്ക് എന്താ അറിയോ? നമ്മുടെ ചുരം ഇന്നലെ നിങ്ങളുടെ ബ്ലോക്ക് ആയിരുന്നു. അതെന്നും ബ്ലോക്കാ. അതായത് നമ്മൾ വേറൊരു കാര്യം അറിയോ, നമ്മളെ വയനാട്ടിൽ നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന നമ്മുടെ തുരങ്കപാതയല്ലേ, തുരങ്കപാത അത് സ്റ്റേ ആയി. വേറെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഇതിന്റെ വില അറിയില്ല. നമ്മളെ പോലെയുള്ള ഞങ്ങളുടെ വയനാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു വിലയാണത്. അതായത് നമുക്കേ 340 കിലോമീറ്റർ ഉണ്ട്. ഇന്നെന്തായാലും നമ്മൾ എത്തൂല. കോഴിക്കോട് ഇങ്ങനെ സ്റ്റേ അടിക്കാം. കോഴിക്കോട് നോക്കാം അല്ലേ? എത്തുന്നോടം കോഴിക്കോട് പറഞ്ഞാൽ അത് 100 കിലോമീറ്റർ ഉള്ളൂ. അവിടെ പോലും എത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വണ്ടി പിടിക്കുന്നത്? നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചൊന്നിട്ടിരുന്നതല്ലേ. നമ്മളങ്ങനെ പോണം. പക്ഷെ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സെറ്റാണ്. ഇപ്പൊ ബ്ലോക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യം എന്താണെന്നറിയോ? എക്സാം ഒക്കെ ആയതുകൊണ്ട്, പിള്ളേർക്കൊക്കെ എക്സാം ആയതുകൊണ്ട് വലിയൊരു തിരക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷ. അതുപോലെ ഇടദിവസമാണല്ലോ ഇന്ന്. അതെ, എന്തായാലും വിടാ. അവന് നമ്മള് മുട്ടിലെത്തിട്ടോ. മുട്ടിൽ നിന്ന് ഇനി മുട്ടിൽ ആ വണ്ടി തട്ടിയ സ്ഥലം സ്പോട്ടിലെത്തി. ഈ 7 days ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ വണ്ടി തട്ടിയത്. അതെ, അതുകൊണ്ട് എനിക്ക് ഈ 7 days വരുമ്പോ ഒരു പേടിയാ. ഈ ടൗണിൽ പക്ഷെ ഒരു ചെറിയൊരു തിരക്ക് എപ്പോഴും ഉണ്ടാവൂലേ. തിരക്ക് ഇവന്മാരുടെ തിരക്കാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കേറി പോകുന്നതാണ് വേറൊരു പ്രശ്നം. അല്ലെന്നേ, പ്രൈവറ്റ് ബസ്സുകാരുടെ തിരക്കാണ്, വേറെ ഒരു തിരക്കും ഇല്ല. ഫുള്ള് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഫുള്ള് നിർത്തിയിട്ട് പ്രൈവറ്റ് ടാക്സി വണ്ടികളുടേതായിരിക്കും അല്ലേ? ടൂറിസ്റ്റിന്റെ വണ്ടിന്റെ സ്റ്റാൻഡൊന്നും അല്ല, അത് അല്ല, ഒരാളുടെ വണ്ടിയായിരിക്കും. ഈ മൊയിലാളിന്റെ വണ്ടിയാണ്. വെയില് നോക്കല്ലേ, നല്ല ചൂടായിരിക്കും.
വയനാട്ടിൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ചൂട്, ഇവിടുത്തെ കാലാവസ്ഥ അത്ര തണുപ്പൊന്നും ഇല്ല കേട്ടോ. അതെ, നമ്മള് വയനാട്ടിലാണ് വിചാരിച്ച് തണുപ്പാന്ന് വിചാരിച്ച് എല്ലാരും വേഗം വരണ്ട. അതെ, ചെറിയ തണുപ്പുണ്ട്, അത് രാത്രിക്ക്. രാത്രി രാവിലെ തണുപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോ പക്ഷെ വേറെ കാര്യം, ഈ ചൂട് പുറമേ ഉള്ള ചൂട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയ ചൂടൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ചൂടാണ്. നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റി അറിയുന്നത്. ബാക്കി ചൂടിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് അറിയാലോ. കോഴിക്കോടൊക്കെ എത്തുമ്പോ അറിയാം സുഖം എന്താണ്. വണ്ടിക്കകത്ത് ഒരു ഈച്ച കയറിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഈച്ച ശല്യമാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഈച്ചനെ കൊണ്ട് കോഴിക്കോട് കളയാം. ഒരു ശിക്ഷ ഇരിക്കട്ടെ. കണ്ടാ ഉള്ളിക്കൂടി നടക്കുന്നത്. കോഴിക്കോട് കളയാം. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, അത്രയ്ക്ക് ജാട പാടില്ലല്ലോ. ഒരു ജില്ലയിൽ നിന്ന് ഒരു ജില്ലയിലേക്ക്, മറ്റു ജില്ലയിലെത്തിക്കും, സംസ്ഥാനത്തേക്ക്. അങ്ങനെ ഞങ്ങള് കൽപ്പറ്റ ബൈപ്പാസിലെത്തിട്ടോ. ഈ സമയം കൂടി ആയതുകൊണ്ട് ഈ ബൈപ്പാസ് വഴി പോകുന്നതാണ് ബുദ്ധി. അതാ ഞാൻ പറയാൻ വന്നത്. തിരക്ക് കൂടുതലല്ലേ, ടൗണിൽ കൂടെ കയറി കഴിഞ്ഞാൽ പണി വാളും. അതെന്താ ഒക്കെ തിരക്കുകാരാണ്. നമ്മൾ അവരൊന്നും മൈൻഡ് ആക്കണ്ട, നമ്മള് നമ്മുടെ ഇത് നോക്കി അങ്ങ് പോകും. അതിലല്ലേ കഥയൊന്നുമില്ല, നമ്മളെ കാര്യം നോക്കി പോയിട്ടില്ലെങ്കിലും കാര്യമില്ല. ഇത് ഞാൻ എന്നാൾ പറഞ്ഞില്ലേ കുഞ്ഞാനിക്ക് സൈക്കിൾ മേടിക്കാൻ കിടോ വലിയ കടയാണ്. ഇത് നമ്മുടെ അബു സലീമിന്റെ അതല്ല, ഇത് 1980s. ഇവിടെയൊക്കെ നിറച്ച് എപ്പോഴും തിരക്കുണ്ടാവും. അവിടെ എപ്പോഴും തിരക്കാം. പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവിടുത്തെ ഫുഡ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അവിടുത്തെ. ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അവിടുന്ന്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരു ബിരിയാണി കൊതിയനായതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പോയ ബിരിയാണി കഴിക്കും. അപ്പൊ ബിരിയാണിന്റെ ടേസ്റ്റ് ഞാൻ അപ്പം തന്നെ റേറ്റ് ചെയ്യും. അത് നമുക്കൊരു ഹോബിയാണ്. ബിരിയാണി കഴിച്ചിട്ടില്ല, ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടില്ല. ഇല്ല, കണ്ട ഇപ്പൊ ഈ ചേട്ടൻ അങ്ങ് കയറി വരുമ്പോ അങ്ങ് നിർത്തി കൊടുക്കുവാണെങ്കിൽ അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മള് ചേട്ടൻ കയറി പോവില്ല എന്ന് കാണുമ്പോ നമ്മളിങ്ങനെ കയറി പോവാ. ലോഡ് വണ്ടിയാണ്. അല്ല, നേരത്തെ അവര് കാണിച്ച അങ്ങനെ കയറി വരുന്ന സമയത്തെ റോഡിലേക്ക് കയറിയിട്ട് ഓവർടേക്ക് ചെയ്തോ കുഴപ്പമില്ല. ഇതിപ്പോ ആ ചേട്ടൻ ആ കട്ടറിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയല്ലേ, ഒരു കയറ്റമല്ലേ അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറുതായിട്ടൊന്ന് സഹകരിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അതൊരു ലോഡ് വണ്ടിയല്ലേ, നമ്മളത് കണക്കാക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ചുരത്തിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങിയല്ലേ. ഇനി ഉണ്ടല്ലോ, ഇനി ചെക്കിങ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഒരു എന്താ പറയുക, ഈ ഏരിയയിൽ മൊത്തം മുളയരി പായസം എന്ന് പറഞ്ഞ കുറേ ബോർഡുകൾ കാണും. മുളയരി അതെ, ഇഷ്ടംമാതിരി കാണും. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് പാർക്ക്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതിപ്പോ നമ്മൾ ഇതുവരെ കാണാത്ത സംഭവങ്ങൾ പുതിയതൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുക. എന്തോരണ്ടല്ലേ. വയനാട് ശരിക്കും ഒരു ഫുള്ള് മൊത്തത്തിലൊരു ടൂറിസം മേഖലയായി. പണ്ടും അതെ, ഇനിയിപ്പോ കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് എത്തും നന്നായിട്ട്. കാലാവസ്ഥകളൊക്കെ മാറിപ്പോയി, അതാണ്. അതെ അതെ അതെ, ഇപ്പൊ തണുപ്പ് കുറഞ്ഞ് ചൂട്. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഈ ഒരു ഏരിയയിൽ ഫുള്ള് മുളയരി പായസം, പിന്നെ ഉപ്പിലിട്ട സാധനങ്ങള്, അങ്ങനത്തെ ഒരു ഏരിയ തന്നെയാണ് ഇത് മുഴുവൻ. ഇപ്പൊ ജ്യൂസിന്റെ ഐറ്റംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നമുക്കും വേണേ റോഡ് സൈഡിലെ ഈ സൈഡിലുള്ള കടകൾക്ക് അങ്ങനത്തെ വല്ല ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഒന്നുമില്ല, ഒന്നും വേണ്ട. ചുമ്മാ തട്ടുകടയാണല്ലോ. ഓരോ അണ്ണന്മാരിങ്ങ് കേറി വരുന്ന കാണുമ്പോ പേടിയാവും. ഇച്ചിരി കാലം കൂടെ ജീവിക്കണം. കൊച്ചിനെ ഞങ്ങൾ ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ അധികമൊന്നും വേണ്ട, കുറച്ചു കാലം കൂടി. കൊച്ചൊന്നൊരു 2 കാലം നിക്കാൻ പഠിച്ചോട്ടെ, അത് കുഴപ്പമില്ലാതെ. ഇവിടെയല്ലേ മറ്റേ ഇതുള്ളത്? എന്നൂരോ? എന്നൂര് പൂക്കോട് വെറ്റിനറി കോളേജില്. ഇവിടെ കുറേ പാർക്ക് വന്നതൊക്കെ പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വൈത്തിരി പാർക്കൊക്കെ വരുന്നത്. ഫാൻസി ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, ഇതാണ് ചെങ്ങലമരം. നമ്മുടെ വയനാടിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച കരിന്തണ്ടൻ. അങ്ങനെയല്ല, ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചല്ല, നമ്മുടെ വയനാടൻ ചുരം ഈ വഴി ആണോ, അതായത് ഈ വഴി കണ്ടുപിടിച്ച് സായിപ്പന്മാർക്ക് പറഞ്ഞു കൊടുത്ത ആളാണ്. കരകൗശലം കാരണം വയനാട്ടിലേക്ക് കേറുന്നതല്ലേ. ചിലര് ഇതിനെ വയനാടൻ ചുരം എന്ന് പറയും, പക്ഷെ ഇത് വയനാടൻ ചുരം അല്ല, വയനാട്ടിലേക്ക് ജസ്റ്റ് കേറുന്ന ഗേറ്റ് ആണെന്നേ ഉള്ളൂ. ഈ ഇവിടെ നിന്നാണ് വയനാട് തുടങ്ങുന്നത്. ശരിക്കും വയനാടല്ല, താമരശ്ശേരി ചുരം. കേട്ടിട്ടില്ല? അങ്ങനെയൊന്നും പോകാൻ പാടില്ലെന്നാ. ഇത് കണ്ടോ, ഫുള്ള് പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ. കാരണം എലക്ഷൻ ആയതുകൊണ്ട്
ആ ഫുള്ള് ചെക്കിങ് ആയിരിക്കും. വണ്ടി അരിച്ച് പറക്കും. നമുക്ക് പിന്നെ ഈ പ്രാവശ്യം അധികം സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതെ തുറന്ന് കാണിക്കാൻ സുഖമാണ് നമുക്ക് ഈ പ്രാവശ്യം. നമ്മൾ ഈ നാഗാലാൻഡ് പോയപ്പോഴേ തുറന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി അതായിരുന്നു അല്ലേ. എടി നമുക്കിതൊന്നും വലിയ വിലയില്ല. പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണല്ലോ. ഇവിടെയായിരുന്നു അന്ന് ഇടിഞ്ഞത്. ഇതിടിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ തുരങ്കപാതയ്ക്ക് പരിപാടി തുടങ്ങിയത്. പക്ഷെ ഇത് ചെറിയൊരു പൊടിയിൽ പൊടിഞ്ഞെന്നേ ഉള്ളൂ. ആ താഴേക്ക് കണ്ടില്ലേ. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടല്ലോ. ചൂടുകാറ്റ് കണ്ടല്ലോ. ഈ കാറ്റ് കൊള്ളിച്ച് നമുക്ക് പപ്പടമൊക്കെ ചുട്ടെടുക്കാതെ. അത് ഇന്നിപ്പോ ന്യൂസിൽ ഞാൻ കണ്ടാണ് രാവിലെ. ഇത് കൂടാൻ പോവാന്ന്, ചൂട് താപനില കൂടാൻ പോവാന്ന്. ഇനിയും ഇപ്പൊ തന്നെ താങ്ങണില്ല. അപ്പൊ ഇനി വരുന്നതും കൂടി ആവുമ്പോ എന്താവൂലേ. നമ്മൾ വയനാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്, ഈ ചുരം. ഇത് ഇപ്പതേ വണ്ടികളൊന്നും ഇല്ലല്ലോ. അന്ന് പെരുന്നാളിന്റെ അന്നൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ബ്ലോക്ക്. വൈകുന്നേരം വരെയൊക്കെ ബ്ലോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞേട്ടെ. നമ്മുടെ അളിയൻ വന്ന സമയത്തേ ബ്ലോക്ക് അല്ല. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ഒരു ലേശം വീതി കുറവാ. അപ്പോ രണ്ട് സ്ഥലത്തൊന്നും പോകുന്നവരങ്ങ് സഹകരിച്ചങ്ങ് പോവാന്നല്ലാണ്ട് വേറെ വഴിയില്ല. വീതി ഇല്ല, കുറച്ച് ഇടുങ്ങിയ സ്ഥല. നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണെന്നറിയോ? എന്താണ്? നല്ല മനോഭാവം. അതെ, ഒതുക്കി കൊടുക്കാന്നുള്ളൊരു മനോഭാവം പഠിച്ചാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് നല്ലൊരു അനുഭവമായിരുന്നു. കിട്ടും. അവിടെ ആ ഒരു ഏരിയ മാത്രമേ വീതി കുറവുള്ളൂ. ഇതൊക്കെ വരുന്നവർക്ക് നിന്ന് സ്ഥലം കാണാനായിട്ട് അങ്ങനെയല്ല. പക്ഷെ ഇത് കുറച്ചങ്ങ് കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആവുന്നേ. ഭയങ്കര തിരക്ക് കൂടുന്ന സമയത്ത് അവിടെയൊക്കെ ഭയങ്കര അബദ്ധാവും. കുഞ്ഞു വണ്ടി പിന്നെയും കുഴപ്പമില്ല. ഈ വലിയ വണ്ടിയും കൊണ്ട് വരുന്നവർക്കേ വലിയ പാടാ അത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്ന് നിർത്തിയതാട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് എന്താണ് പ്രശ്നം? തലവേദനയൊക്കെ എടുക്കണം. എന്നാ പിന്നെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചേ. എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ആയില്ലേ അല്ലേ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ട്? ഉള്ളല്ലോ. ഞാൻ ഇത്രയും കാലം ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ താഴെ പോലെ ഇതാ. ഇത് രാവിലെ ടൈമിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു അല്ലേ, നല്ലൊരു വ്യൂ കിട്ടി. മുകളിലേക്ക് ഉണ്ടോ മലയൊക്കെ കയറി കിടക്കുന്ന. അപ്പൊ നമുക്കെന്നാ എന്താ കഴിക്കാനുള്ളത് നോക്കിയാലോ? ചായ കുടിക്കാം. അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാം കേട്ടോ. നമ്മുടെ കാടമുട്ടയാണ്. എന്താ ഉപ്പിലിട്ടത് മതിയാ? പൈനാപ്പിളോ? അതെ, കുറച്ച് ആൻസിക്ക് അടി വല്ലതും വേണോ? ആൻസിക്ക് അടി വല്ലതും വേണോ? ഉഴുന്നോടെയൊക്കെ ഉണ്ട്. കാടമുട്ട മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോ. നോക്കി, നല്ല വ്യൂ ആണ് ഇവിടെ അല്ലേ. എന്താ ഞാൻ എരിയുന്നുണ്ടോ? ചൂടാ? അതെ, കുഞ്ഞാറ്റയ്ക്ക് ഇത് മതി കേട്ടോ. വേറെ ഞങ്ങളിവിടെ അമ്പലയില്. ഉറക്കെ പറ, ഉറക്കെ പറയടി. പേരാണല്ലോ ലിയ അല്ല, ജിയയാണോ? നല്ല പേരാ, നല്ല പേര്. അയ്യേ, ഇതെന്താ കാണിക്കുന്നേ? മുടി നോക്കി. ഇനി അത് താന്നിരിക്കൂലല്ലോ. അലമ്പായി. കുഞ്ഞാറ്റൊരു കഥ പറഞ്ഞുതരാമോ? അന്നത്തെ കഥ അപ്പൂപ്പൻ്റെ ഇല്ല. ഓ, കൊച്ചിന് വയ്യ അല്ലേ. എന്തോ ആലോചിച്ചിരിക്കുക. വലിയ എന്തോ ഭയങ്കര കാര്യങ്ങൾ കൊച്ചിനെ ആലോചിച്ച് കൂട്ടാനുണ്ട്. ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊച്ചിന് അല്ലേ. നീ വേഗം ചായ കൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാം അല്ലേ. അപ്പൊ നമ്മളങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി എടുക്കാം കേട്ടോ. ഇപ്പൊ തലവേദന കുറവുണ്ടോ ഞാറ്റേ? സൗണ്ട് ഇല്ലേ? വെളിയിൽ വണ്ടി ഉണ്ടോ? വണ്ടിയില്ല.
താഴെയൊന്നും വണ്ടിയില്ല, കുറവുണ്ട്. നമുക്ക് വേണ്ടി കുറവുണ്ട്. എന്നാ പോവാ നമുക്ക്. ഓക്കെ. അപ്പോഴേ ആ കടയിലൊക്കെ ഇറങ്ങിയപ്പോഴും പറയുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? ഗ്യാസ് ഗ്യാസ് ഭയങ്കര പാടാണ്. പക്ഷെ അവര് 1000 സംതിങ്ങിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ബ്ലാക്കിന് എടുക്കുന്നതായിരിക്കും. അപ്പൊ 1000 സംതിങ്ങിന് 3000 ആയി. 3000 ആയിന്ന് അങ്ങനെ എന്തോ ആണ് ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ അത് എന്താ സംഭവം എനിക്ക് വലിയ ഐഡിയ കിട്ടിയില്ല. മനസ്സിലായില്ല എന്താ പറഞ്ഞത്. പ്രൈവറ്റ് കമ്പനികൾക്കൊന്നും ഗ്യാസ് കിട്ടുന്നുണ്ടാവില്ലല്ലേ? ഇവർക്ക് ഈ കടക്കാർക്ക് ചിലപ്പോ 1000 സംതിങ്ങിന്റെ ഗ്യാസ് ആയിരിക്കും. അവർക്കതിപ്പോ 3000 കിട്ടുന്നതെന്നാണ് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമുക്ക് അധികം ദൂരം കോഴിക്കോട് വരെ പോയാൽ മതി. എന്താ? കുഞ്ഞിന് നല്ല തലവേദന ഉണ്ട് പോലും. പനിക്കാണോ? പനിക്കാനല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ നാട് കൂടി വണ്ടി കയറിയതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ ഇന്നൊന്നും അത് ലെവലാക്കിട്ട് പോകുന്നതാണ് നല്ലത്. കോഴിക്കോട് നോക്കാം, അല്ലെങ്കിൽ നിർത്താൻ പറ്റും. മാക്സിമം വേണേ വിടാം, കുഴപ്പമൊന്നുമില്ല. അല്ല കൊച്ചിന് വയ്യെങ്കിൽ പിന്നെ അല്ല ഇനിയിപ്പോ നോക്കാം, ഒന്ന് ഉറങ്ങിയാക്കട്ടെ വെച്ച്. അന്നേരത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തുള്ളൂ. നമ്മളതിന് സ്പീഡിൽ പോകുന്നേ ഇല്ല. കണ്ടോ കൊന്ന പൂക്കള് കിടക്കുന്നേ, കണിക്കൊന്ന. വിഷു ആയിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ കാശ് കൊടുത്ത് വാങ്ങണ്ട വരും. പക്ഷെ ഇന്ന് വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ, വലിയ തിരക്കില്ല. എക്സാം അല്ലേ പിള്ളേർക്ക്. ഇപ്പൊ എക്സാം പെരുന്നാളിന്റെ ആ ഒരു 2-3 ദിവസത്തെ ലീവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ലീവ് കഴിഞ്ഞതിന്റെ ക്ഷീണം മാറ്റാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാരും ഫ്രീ ആവണം. ഞാൻ നോക്കുമ്പോ അപ്പനെ അടിച്ച് വിരിച്ചു. അപ്പൊ പുള്ളി ഞാൻ വിചാരിച്ച ചവിട്ടില്ലായിരിക്കും കേട്ടോ, പക്ഷെ പുള്ളി ഒരു മര്യാദയുള്ള ചേട്ടനാ. വണ്ടി കണ്ടപ്പോഴേ ചവിട്ടി. ഓരോരുത്തർ കൊന്നു കിടക്കുന്നത് എന്റെ എന്തോരം അല്ലേ? ഇല ഇല്ല, പൂ മാത്രമേ കാണാനുള്ളൂ. വിഷുവാൻ ഇനി ഇഷ്ടമാതിരി സമയമുണ്ട്. 12-ാം തീയതി കൊണ്ടല്ലേ വിഷു? 12-നാണോ? ആ ഒരു ഡേറ്റിന് എപ്പോഴോ ആണ്. 5-ന് ഈസ്റ്റർ അല്ലേ? സമാധാനായില്ലേ? പറഞ്ഞ് വണ്ടിയെല്ലാം റോട്ടിൽ നിർത്തിയപ്പോ സദാമാരായി. ഇത് ചിലപ്പോ ഈ വളവ് കയറി വരുന്നോണ്ടാണോ ലോറികള്? അറിയത്തില്ല. എന്തായാലും ഇവിടെ വണ്ടികൾ കിടക്കുമ്പോ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ബ്ലോക്ക് ആയിട്ടാണല്ലോ. ഈ ബസ് ഞാൻ നേരത്തെ കണ്ടതായിരുന്നു, കോഴിക്കോട് ബത്തേരി. ബ്ലോക്കായി എന്തായാലും. അവിടുന്ന് എല്ലാം വലിയ വലിയ വണ്ടികളാണ് കയറി വരുന്നത്. ഇവിടെ ബ്ലോക്ക് ആകേണ്ട സംഭവങ്ങൾ ഇല്ലടി താഴേക്ക്. ഇതിപ്പോ നമ്മൾ താഴെ എത്തി. ഈ വളവിന്റെ ഈ 1-ാം വളവില് കയറി വരുന്നതിന്റെ ഒരു ഇതാന്ന് തോന്നുന്നു. വലിയ വണ്ടികൾക്ക് കയറി വരാനുള്ള ഒരു ഇതായിരിക്കാം. പിന്നെ ഈ ചുരത്തിലൊക്കെ ബ്ലോക്ക് ആയ എന്താണെന്നറിയോ? പേടിക്കാനില്ല. കാരണം പെട്ടെന്ന് ഇവിടെ കുറെ ചുരം ഇതിന്റെ സമിതിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ഒഴിവാക്കി വിടും. മറ്റേ ഇതാണല്ലോ കൊണ്ടുപോണേ ലോൺ. ഇതാ വളവിന്റെ തന്നെയായിരുന്നു. വലിയ വണ്ടികൾ കുറെ വളവിന്റെ ആണോ നോക്കാം. ഇവിടെ കുറെ വളവ് ബോർഡുകളൊക്കെ ഉണ്ട്. അല്ല വളവിന് അല്ല ഇതുണ്ടോ ഈ കൂനകളൊക്കെ കണ്ടോ? അതൊക്കെ വളവ് അപായം ഒക്കെയാണ്. പക്ഷെ അതൊക്കെ വേണം ആദ്യം ശരിയാക്കാൻ അല്ലേ? അതല്ല, ഒക്കെ അവിടെ അങ്ങനെ കിടക്കും, കാടും പിടിച്ച് പള്ളയും പിടിച്ച്. ഈ വളവിന്റെ തന്നെ സീന് 1-ാം വളവാണിതേ. അവിടെ ഒരു KSRTC ഒരെണ്ണം കിടപ്പുണ്ടല്ലോ. ഇതാണോ ഇന്നലെ ചാലി പോയ ബസ്? അല്ല, ഇത് ഇന്ന് ചാലി പോയ ബസ്സാ. എന്താ സ്ഥിതി അല്ലേ? എങ്ങനെ ശരിയാവും? കഴിഞ്ഞ ദിവസം ഓവുചാലി പോയിട്ട് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇത് വേറെന്തോ ആണ്. കറക്റ്റ് ആ വളവിൽ തന്നെ, കറക്റ്റ് വളവില് ആ വണ്ടിക്കാരൻ ആ കാറുകാരൻ അവിടെ നിർത്തി കൊടുത്തിരുന്നു. എന്ത് സംഭവിച്ചേനെ? അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് മര്യാദയാണ് ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നതെന്ന്. മര്യാദയാണ് പഠിക്കേണ്ടത്. ഇപ്പൊ ആ ഇത് കിടക്കുന്നുണ്ട്, ആ ബസ്സിന് കയറി പോരൂല, പാടുപെടും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അതാണ്ട് വേറൊരുത്തമാര് പോകുന്നു. അതെന്താ വെച്ചാൽ ആ ബസ് അവിടെ ഒടിഞ്ഞു കിട്ടില്ല, അതിനുള്ള സ്ഥലമില്ല. അവിടെ നിന്ന് അങ്ങോട്ടൊരു ചേട്ടൻ പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ചേട്ടന്മാര് കുറേ ചേട്ടന്മാർ ഇഷ്ടം പോലെ ഇതേപോലെ ഇറങ്ങുന്നുള്ളതുകൊണ്ട് കുറച്ചു നേരം കിടക്കാം. മറ്റേ കാർ അവിടെ കിടക്കുകയാണ് ഗ്യാപ്പില്. പിന്നെ അവിടെ ബസ് അതിന്റെ ബേക്കിൽ ഈ KSRTC ഇല്ലേ, ഈ KSRTCന്റെ ബേക്കിൽ ഒരു KSRTC ആണ് നടക്കുന്നത്, കണ്ടില്ല? അപ്പൊ നമുക്കേ കുറച്ചു നേരം ഇവിടെ കിടക്കാം അല്ലേ? അല്ലാതെ കേറി ഇതെന്താ ഇവിടെ ഒരു ബ്ലോക്ക്? ഇത് മറ്റേ ഇങ്ങോട്ട് തിരിയാനുള്ള, മുക്കത്തേക്കൊക്കെ തിരിയാനുള്ള ഇതുണ്ടല്ലോ, അതിന്റെ ബ്ലോക്ക്. ഇത് കണ്ടോ, ഇത്രയും പേര് ഇവിടെ മര്യാദയിൽ കിടക്കുന്നു. അണ്ണൻ കയറി പോണണ്ട. അണ്ണൻ മാത്രല്ല കൊറേ അല്ലേ? അതെന്തെങ്കിലും വല്ലോ മറ്റേ പാലിന്റെയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് ഈ പ്രശ്നേ. ഇനിയിപ്പോ അവിടെ ചെന്ന് വേറെ ബ്ലോക്ക് ആവും. എല്ലാം കയറി പോവാ.
പക്ഷെ നമുക്ക് അത്ര തിരക്കില്ലാത്തതിന്റെ പേര് ഞാൻ കയറില്ല. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇത് ഇങ്ങോട്ട് തിരിയാനുള്ള വണ്ടികളൊക്കെ അതിന്റെ ബ്ലോക്കാണ്. സ്പീഡിൽ പോയിട്ട് സൈഡിൽ കൂടി കുത്തി കയറ്റി പോകുന്നൊരു സുഖം ഉണ്ടല്ലോ. അതെ, ഇതാണ് നമ്മൾ ഓപ്പോസിറ്റ് ഒരുത്തം കയറി വരുന്നുണ്ടോ. ചേട്ടൻ എന്നിട്ട് എന്ത് മര്യാദയിലെ പോണെന്ന് നോക്കി. ചേട്ടന് നമ്മളെ ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പുറത്താവൂല ചേട്ടാ. ചേട്ടൻ ഇനി എന്ത് പറഞ്ഞാലും ഈ വരി വണ്ടിയിൽ അങ്ങനെ കൊണ്ട് തൊട്ടിച്ചാണല്ലോ. മുമ്പിലുള്ള വണ്ടി കൂടി നോക്കണം. സൈഡിലുള്ള മൂട്ടിലായി പോയി അവള്. ചേട്ടനെ മാത്രം നോക്കി പോയി കഴിഞ്ഞാണല്ലോ. അതെ, ചേട്ടനെ ഇല്ലാന്ന് വെച്ചാ പോട്ടെ. വണ്ടിക്കിട്ടങ്ങനെ തട്ടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ സൂക്കേട് മാറ്റി തരും ചെയ്യും. എന്നാലും അതിൽ അങ്ങനെ കേറി പോകുന്നതിന്റെ ആവശ്യം എന്താണ് ആ ചേട്ടന്? ഒരു സുഖം, ഒരു മനസ്സിനൊരു സുഖം. കുഞ്ഞേട്ട നല്ല ഉറക്കാണ്. നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങട്ടെ അല്ലേ? കൊച്ചുറങ്ങട്ടെ. കൊച്ചെങ്കിലും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ ചേട്ടൻ ആ മാന്യനായിട്ട് എന്റെ ഇടയിൽ കൂടി കയറി പോയി. അതാണ് അല്ലേ? തട്ടി ഇല്ല. എന്താ ചെയ്യാ? എടി അത് അങ്ങോട്ടുള്ള മുക്കത്തേക്കൊക്കെ തിരിയുന്ന വഴിയുണ്ടല്ലോ, അതിലെ പോവാൻ വേണ്ടി. നല്ല ബ്ലോക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ ഉണ്ട്. മേക്കോട്ട് ഫ്രണ്ടിലോട്ട് എങ്ങനെയുണ്ട് കാണുന്നില്ല അല്ലെ? ഈ വലിയങ്ങാട്ട് വണ്ടി മുന്നിലായി പോയി. എനിക്ക് കാണാമായിരുന്നു. ഗസൽ കമ്പനി കിടക്കുകയാണ് നമ്മുടെ മുമ്പില്, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ഇതെന്താ ആക്സിഡന്റ് ആണോ? അല്ല, വണ്ടി കേടായതാ. വണ്ടി കേടായതാണോ? ഓ ഷിറ്റ്. ഇന്ന് മൊത്തത്തില് അതും എങ്ങോട്ട്? തൃശ്ശൂര് ബസ്സാ. കോട്ടയം. ലാസ്റ്റ് സ്റ്റോപ്പ് അത് കോട്ടയാണ്. മൊത്തം ബസ് റോട്ടിൽ കിടക്കുന്നതാണ് കാണുന്നത്. കേരളത്തിൽ അങ്ങനെയൊരു പ്രശ്നം അല്ല, വണ്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാ നമ്മൾ പ്രതീക്ഷിക്കണം. ഇതൊക്കെ നട്ടും ബോൾട്ടിലും ഓടുന്ന സാധനം. ഒരു നട്ട് എന്തെങ്കിലും ലൂസായാൽ അവിടെ കിടക്കും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പണിയാ. ഇന്ന് തന്നെ ഇപ്പൊ 2 ആയി. ചുരത്തിന്റെ അവിടെ പിന്നെ നമുക്ക് പൊതുവേ എപ്പോഴെങ്കിലും ഒരു KSRTC എന്തായാലും കിടക്കും. നമുക്ക് ഈ ചുരത്തിലെ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. കാരണം എപ്പോ നോക്കിയാലും ബ്ലോക്കാണ്. പ്രത്യേകിച്ച് ഈ ആഘോഷ ദിവസങ്ങളാണെങ്കിൽ നോക്കേ വേണ്ട. ഞങ്ങൾ സാധാരണ ആഘോഷ ദിവസങ്ങളിൽ അങ്ങനെ ചുരം ഇറങ്ങി എവിടെയും പോക്കില്ല. ഇറങ്ങിയാ പണി ഉറപ്പാ. മാവിലൊക്കെ നിറച്ച് മാങ്ങയാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞതായിട്ടല്ലേ ഉള്ളൂ. ഇവിടത്തേക്ക് വലുതായി. കാലാവസ്ഥ എല്ലാ സാധനത്തിനും ചൂട് കൂടുതലുണ്ടെങ്കിൽ അത്രയും സെറ്റപ്പാണത്. നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങനെയല്ലല്ലോ. മനുഷ്യന്മാർക്ക് ചൂട് കൂടിയാ തീർന്ന്. ഏതൊക്കെയോ ജില്ലകളിൽ റെഡ് അലേർട്ട് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാനാണെ ന്യൂസ് മൊത്തം വായിച്ചില്ല. കോഴിക്കോട് പക്ഷിപ്പനി ഉണ്ട് എന്നൊരു ശ്രുതി ഇങ്ങനെ കേൾക്കുന്നു. ചിക്കൻ ബിരിയാണി ഒന്നും കയറി കഴിച്ചേക്കല്ലേ. അങ്ങനെ ഒടുവിൽ നമ്മൾ എവിടെ എത്താൻസി? കോഴിക്കോട് ബീച്ച്. ആൻസി ഇതുവരെ കാണാത്തൊരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലേ. അന്നേരത്തേക്കും ബീച്ച് എന്ന് പറഞ്ഞപ്പോഴും ഒരാൾ ചാടി ഏറ്റിരിക്കുന്നുണ്ടോ? ഏതൊരുമാതിരി കാട്ടാളത്തി കുഞ്ഞിനെ പോലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാം. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇതൊന്ന് ഉപയോഗിക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ഒരുപാട് ബീച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ബീച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ നട്ടക്കണ്ണ വെയിലത്തായിപ്പോയി ബീച്ച് കാണാൻ വന്നതെന്ന് മാത്രം. നല്ല വെയിൽ. ഒന്നാമത് തലവേദനയാണ്, അതിൻ്റെ കൂടെ ഈ വെയിലത്തേക്ക് പോകുമ്പോൾ നല്ല അപ്പോൾ തലവേദന അങ്ങ് മാറി മേലുവേദനയൊക്കെ ആയിട്ട് അങ്ങ് തുടങ്ങിക്കോളൂ. പേടിക്കാനില്ല. എൻ്റെ അമ്മോ എന്താ ഇത്. മണൽ കാലിലേക്ക് ഓവർ അലിച്ച് കയറ്റണ്ട കേട്ടോ. വണ്ടിക്കകത്ത് മൊത്തം ആവും അല്ലേ. തലയിൽ ഇത് വേണോ? എന്ത്? എനിക്ക് വേണ്ട, കൊച്ചിന് വേണേ കൂടെ. കൊച്ചിന് വേണോന്നാണ് ചോദിച്ചത്. കൊച്ചിന് വേണോ? ഓ അല്ലെങ്കിൽ നമ്മളോടൊക്കെ ആര് ചോദിക്കാൻ അല്ലേ. വേണോ? നോക്കടി, പരുന്ത് പറയണോ? ഇതാണ് കൃഷ്ണപ്പരുന്താ? അല്ല, സാധാ പരുന്താ. സാധാ പരുന്താ. ബീച്ചിന്റെ അടുത്തേക്ക് പോകണ്ടല്ലോ, നല്ല വെയിൽ. അല്ല, വേഗം കുറച്ചങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ എല്ലാം ശരിക്കും ഇറങ്ങണ്ടേ, അപ്പുറത്ത് കൂടിയാണ് ഇറങ്ങണ്ടേ. നമ്മൾ ഷോർട്ട് കട്ട് അടിയുന്നുള്ളൂ. എവിടെ ഇറങ്ങിയാലും കുഴപ്പമില്ല, എല്ലാം ഒരു കടലല്ലേ. എല്ലാ ഒരു കടലും ഒരേ വെള്ളവും നല്ല വേസ്റ്റും അല്ലേ. അതാണ് മെയിൻ, നല്ല വേസ്റ്റും. ഇവിടെ നല്ല തട്ടിയിരിക്കുന്നുണ്ടോ? അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല വേസ്റ്റും ഉണ്ട്. അതിക്ക് ഈ കടയുടേതായ ഓരോ ഇതുകളാ. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനത്തിന്റെ കവർ ഇതൊക്കെ ഇവിടെ തന്നെ തട്ടും. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? എനിക്ക് ഒന്നര വിശക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നിറച്ച ആൾക്കാരാണല്ലോ. അങ്ങോട്ട് ശരിക്കും അപ്പുറത്തേക്കാണ് നമ്മൾ പോകണ്ടേ. ഇവിടെയും കുഴപ്പമൊന്നുമില്ല.
കണ്ടോ കൊക്കുകൾ ഒരേ തപ്പലാണ് നമുക്ക്. എന്തായി തിന്നുന്നേ? വേളാങ്കണ്ണിയിലൊക്കെ കുറെ ചേട്ടന്മാർ ഇങ്ങനെ വെള്ളം വരുമ്പോ ഇങ്ങനെ പോകും. എന്താണെന്നറിയോ? എന്താണ് മാലയും വളയൊക്കെ പോയതുണ്ടാവുമല്ലോ, അതൊക്കെ ചിലപ്പോൾ കുറേ പേർക്ക് കിട്ടും. തെരച്ചിലുകാരുണ്ടാവും, തെരച്ചിലുകാർ. ഇപ്പൊ ഇങ്ങനെയാണ് മൊത്തം ഇങ്ങനെ നശിപ്പിക്കുക അല്ലേ? നമ്മളെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയിട്ട് പോലും ഇത്രയും വേസ്റ്റ് ഉള്ള ഒരു ബീച്ച് കണ്ടിട്ടില്ല. അതില്ല, നമ്മളെ തന്നെ നാണം കിട്ടും. ഇത് കണ്ടാൻസേ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പരിപാടിയാ. നൈറ്റാണ് ശരിക്കും കോഴിക്കോട് ബീച്ചൊക്കെ വരണ്ടേ. നൈറ്റ് ആകുമ്പോഴേ ഓണാവുള്ളൂ, കാരണം വെയിലത്ത് ആരും വരില്ല ഇങ്ങോട്ട്. അതെ, നമ്മളെ പോലെ ഇല്ല, ആയിട്ട് നടക്കണൊക്കെ വരുന്ന ആൾക്കാർ തന്നെ. അല്ല, നമ്മളെ പോലെ അല്ല, കുറച്ച് മണ്ടന്മാര് മാത്രം അല്ലേ. പിന്നെ നമുക്ക് ഇതെന്താന്ന് വെച്ചാലേ നമ്മുടെ നാട്ടിൽ കടലില്ലല്ലോ, നമുക്കിതൊക്കെ ഒരു കൗതുകമാണ്. നമ്മുടെ നാട്ടിൽ കടലില്ല, ട്രെയിനില്ല, ഒന്നുമില്ല, വിമാനത്താവളമില്ല, ഒന്നുമില്ല. ഞങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാര്. കഷ്ടപ്പാടും ദുരിതവും മാത്രമേ ഉള്ളൂ. അതെ. ഇതെന്താടി? ബദാമാണ്. ബദാമിന്റെ മരക്ക് ബദാമാണ്. ഈ ചേച്ചി അവരുടെ ഭയങ്കരമായിട്ട് പറയുന്നത്. ആ ചേച്ചി കൈനോട്ടത്തിന്റെ അല്ലോ വേണ്ട ചേച്ചി. ഒരു 6-7 മാസം മുമ്പ് വന്നാ 3 മാസം കഴിയുമ്പോൾ ഞാൻ കോടീശ്വരനാവെന്ന് പറഞ്ഞു. ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നു. ഒരു ചേച്ചി ഇവിടെ ഉള്ള ആ ചേച്ചിനെ നോക്കിയാ ഞാനീ നടക്കണേ അല്ലേ. ആ ചേച്ചി എന്ന് പറഞ്ഞാന്നേ 3 മാസം കൊണ്ട് ഞാൻ കോടീശ്വരനാവെന്ന് പറഞ്ഞു. പൈസ ഇട്ട് മൂടാനുള്ള പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ആ ചേച്ചീനെ ഞാനിങ്ങനെ നോക്കുന്നേ. ആ ചേച്ചീനെ ഇട്ട് മൂടാനല്ലേ. ഇവിടെയൊക്കെ ഫുള്ള് കുറേ പേരുണ്ടാവും അങ്ങനെ. അതൊക്കെ ഒരു ജീവിത മാർഗമാണ് അവരുടെ. അല്ലാണ്ട് നമ്മളെ രക്ഷിക്കാനുള്ളതല്ലാതെ നമ്മൾ സ്വയം ചിന്തിക്കണം. അല്ല അങ്ങനെയല്ല, എന്നാലും ആ ചേച്ചി എന്നാലും എന്ത് ചെയ്യേ? എവിടെയാണല്ലേ? എവിടെയാ ചേച്ചി? ആ ചേച്ചി എവിടെ? ഇവിടെ നീന്താൻ പാടില്ല. ഇവിടെ നീന്തുന്നത് ശിക്ഷാർഹമാണ്. ഇവിടെ പക്ഷെ നീന്തലല്ലെങ്കിലും മറ്റു പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി ഫോണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കിയാ. ഇവിടെ സ്കൂളിൽ പോകുന്നില്ല പിള്ളേരുണ്ടോ? ഇവിടെ ഒന്നും സ്കൂളിൽ പോക്കില്ല പിള്ളേർക്ക്. എല്ലാവരും ബീച്ചിലുണ്ട്. രണ്ടുപേരും ഇത് ആ മൂലയിലും ഈ മൂലയിലും ഏതൊക്കെയോ മൂലയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. കണ്ണിക്കടിയായിട്ട് ആരും കരുതരുത്, ഉള്ള സംഭവമാണ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഓവുചാലും ഒഴുകുന്നുണ്ട്. ഞാൻ വന്ന ഒരു കോഴിക്കോട് ബീച്ചല്ല, നല്ല നാറ്റം. എങ്ങോട്ട്? എവിടെ? അത് കാക്കയാണോ? അതിലെന്തോ ഇരിപ്പുണ്ട്. അതിലിരിപ്പുണ്ട്, കണ്ടോ? അങ്ങോട്ട് പോകണ്ട, നല്ല കൊത്ത് കിട്ടും. അപ്പൊ അതിന്റെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എവിടേക്ക് തന്നെ ഉണ്ടാവും. നല്ല തല്ല് നാട്ടിൽ കിട്ടുമല്ലോ. ഈ കാക്കേന്റെ കൊത്തും കൂടി മേടിക്കണോ? കുഞ്ഞാറ്റി കൈയിട്ട് ആക്കുമ്പോഴേ മൈക്ക് ഇത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാ പോവല്ലേ? ഭയങ്കര വെയില്. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് പോവുകയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ചൂട് കാറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇത്രയും സമയത്ത് ഫുഡ് കഴിച്ചിട്ടില്ല. നമുക്ക് ഫുഡും കഴിക്കണം. അപ്പോൾ ഓവർ ടൈം നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമ്മൾ പൊതുവെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കലില്ല എന്നുള്ളതാണ് വേറെ വാസ്തവം. ഫസ്റ്റ് ദിവസം അല്ലേ? അതെ. പിന്നെ അങ്ങോട്ട് ഇനി ശീലമായിക്കോളൂല്ലേ? പിന്നെ എന്റെ ഒന്നും മിണ്ടാത്തെ വെള്ളം കുടിച്ചിട്ടിരുന്നാണോ? ഓ, വെള്ളം കുടിച്ചിട്ട് കൊച്ചു മിണ്ടാൻ കൊച്ചു വരെ വെള്ളം കുടിച്ചു പോയി എന്നുള്ളതാണ്. ചൂട് കാരണം കൊച്ചു വരെ മടുത്തു പോയിട്ടോ. അപ്പൊ നമുക്ക് പോവാം അല്ല? അങ്ങനെ നമ്മൾ ഈ കുറേ കാലത്തിന് ശേഷം ഹൈവേ കയറിയല്ലേ? കൊറേ കാലം. നമ്മുടെ NH66. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ NH66 ഹൈവേ ഒന്നും ഇല്ലല്ലോ. അല്ല, ഹൈവേ ഉണ്ട്, NH ഉണ്ട്, പക്ഷെ അത് 66 വഴി പോകുമ്പോഴൊരു സുഖം, അത് വേറെ എന്താ സുഖം അല്ലേ? ആവശ്യമുള്ളവർക്ക് ആ സൈഡിൽ കൊണ്ട് പോകേണ്ടവർക്ക് പോവാ, എക്സിറ്റ് എടുക്കേണ്ടവർക്ക് എക്സിറ്റ് എടുക്കാം. നമുക്ക് നമ്മുടെ വാർഡ്, അവർക്ക് അവരുടെ വാർഡ്. സുഖജീവിതം സുഖമാവുന്നു. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അങ്ങ് പോവാം. പക്ഷെ ഇവിടെ ഫുൾ ഉടായിപ്പാണ്. നമുക്ക് ഇവിടെ എന്നാലും ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്, ഇറങ്ങിയാലോ? ഇറങ്ങാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ കേറാം. നല്ല സമയമായിട്ടോ ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. ആ വണ്ടി ഇങ്ങ് എത്തിയോ? വേറൊരു വണ്ടിയോ? വേറൊരു വണ്ടിയൊന്നും ഇല്ലല്ലോ, അതൊന്നേ ഉള്ളൂ. ഇറങ്ങാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേ. കുറേ നേരമായി, 3 മണിയായി അല്ലേ? തലയൊക്കെ കറങ്ങുവാണോ, ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട്. നാളെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, നമ്മുടെ ആദ്യ ദിവസമല്ലേ. എന്താ പിന്നെ വല്ലാത്ത വായിക്കോട്ടേക്കെ, ക്ഷീണം, വല്ലാത്ത ക്ഷീണം വെച്ചിന്.
അംഗൻവാടിയിൽ ഉറങ്ങുന്ന സമയമായി. ആ അതാണ് സംഭവം. അയ്യോ അത് സോസ് അതൊന്നും എടുക്കല്ലേ. ചുമ്മാ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് കേട്ടോ പറഞ്ഞേ. ഇവിടെ ചോറും കാരണം ബിരിയാണി ഒന്നുമില്ല, എല്ലാം തീർന്നു പോയി. എല്ലാം തീർന്നു. അതെ, റൈസൊക്കെ തീർന്നിട്ടിപ്പോൾ ചിലർക്ക് റൈസ് മാത്രമൊക്കെയാണ് കൊടുക്കുന്നത്, ബിരിയാണി റൈസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോത്ത് ഫ്രൈ അതേപോലെ നെയ്ച്ചോറും എടുത്തതാണെങ്കിൽ നല്ല നെയ് കഷ്ണമാണല്ലോ. എപ്പിടി കുറേ നാട്ടിലില്ലാത്ത കുറേ അഭിപ്രായങ്ങളല്ലേ ഇത്ര നാളുണ്ടായിരുന്നു. അതെ, കൊച്ചു പറയും അടിപൊളി നല്ല കേട്ടോ, നല്ല റൈസ്. ആണോ? റൈസ് നല്ലതാ. ഓ സൂപ്പർ. അപ്പം നമുക്കിനി കഴിക്കാം അല്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിയില്ല, കഴിഞ്ഞ് വണ്ടിയിൽ വന്നു കേട്ടോ. ഒരു മടുപ്പല്ലേ, മൊത്തത്തിലൊരു മടുപ്പല്ലേ? എന്താണെന്നറിയില്ല കേട്ടോ. കുറച്ച് ദിവസം വീട്ടിലിരുന്നിട്ട് മടി പിടിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം പോവാം അല്ലേ? യെസ്. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർ തന്നെ കൊണ്ട് പാർക്ക് ചെയ്തു അല്ലേ? ആ, പക്ഷെ അങ്ങനെ ഈ ഹൈവേ കയറണം ഇനി. ഞാനൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ പാർക്ക് ചെയ്യാൻ വേണ്ടി താക്കോലൊക്കെ മേടിച്ചിട്ട് വണ്ടി കൊണ്ടങ്ങ് പോവും. അതായത് മറ്റേ ഇത് ആരുടെ സിനിമയായിരുന്നു? ജഗതിയാണോ? ജഗതിയോ? പഴയൊരു സിനിമയാ, നടക്കുന്ന കാര്യമല്ല. അതേപോലെ പോകുന്ന ഒരു രീതിക്ക് ഇതൊന്നും അങ്ങനത്തെ പേടി വേണ്ട. ഇനി മേലിൽ കയറണമെങ്കിൽ കുറേ ദൂരം പോണോ? നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കണം, ഇങ്ങനെ എന്ത് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് മെല്ലെ അങ്ങ് പോവാം. എന്താ ചേട്ടേ, ഗീ റൈസിന്റെ ക്ഷീണമാണോ? ഗീ റൈസിന് വലിയൊരു ക്ഷീണം വരാൻ സാധ്യതയില്ലല്ലോ. എന്താ എന്താ? ആ ഗീ മാത്രമേ ഉള്ളല്ലോ അല്ലേ? അല്ല, ആ ടോൾ ബൂത്തിൽ എങ്ങനെയാ ടോൾ കൊടുത്തത്? ഇവിടെ ഫുള്ള് വഴിവഴി തന്നെയാണല്ലോ ഇപ്പോഴും. അത് ശരിയാണല്ലോ. രൂപ മേടിക്കണ്ട എന്തായാലും. അല്ല, ഇപ്പൊ ഫേസ്ബുക്ക് തുറന്ന കൂടുതൽ കാണുന്ന ടോൾ ബൂത്താ. അതിലൊരു ചേട്ടൻ നമ്മുടെ മുമ്പിൽ നിന്ന് ചേട്ടനില്ലേ, ആ ചേട്ടൻ എല്ലാ വീഡിയോയിലും കാണലുണ്ട്. അയാളുടെ മുഖം അങ്ങനെ ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല അത്. ആ അങ്ങനെ പിടിക്കുള്ളൂ. എന്നിട്ട് കോമഡി എന്താ വെച്ചാൽ ഇത് കയ്യിൽ സ്കാനർ വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യും അവര്. കിട്ടുന്നില്ല, അതാണ് ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ റോഡ് പണിയൊക്കെ കുറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിന് പുറത്ത് പോയതൊക്കെ കണ്ടില്ലേ, അവിടെ റോഡ് പണി ഉണ്ടെങ്കിൽ അവരെ ടോൾ പിടിക്കൽ കുറവാ. അങ്ങോട്ട് നല്ല വഴിയാണ്, അതുകൊണ്ടായിരിക്കും. ചിലപ്പോ അതായിരിക്കാം. പിന്നെ വേറെ ഉണ്ട്, ഇവിടെ ഒരു ടോൾ ബൂത്ത് അടപ്പിച്ചില്ലായിരുന്നോ കഴിഞ്ഞിടയ്ക്ക്? നമുക്ക് ഈ സ്പീഡ് ലൈനിൽ പോണ്ട, സെൻട്രിൽ കൂടിയൊക്കെ പിടിക്കും, അതായിരിക്കും നമുക്ക് സേഫ് അല്ലേ? പോക്കോട്ടെ, തിരക്കുകാരൊക്കെ പോക്കോട്ടെ, നമുക്ക് മെല്ലെ പോയാൽ മതി. അവിടെ മാത്രല്ല, എല്ലായിടത്തും ഓൾമോസ്റ്റ് കുറെ സ്ഥലത്ത് പണി നടക്കുന്നുണ്ടല്ലേ? ഇവിടെ മറ്റേ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ ക്രെയിൻ, ചിലപ്പോ മെയിൻ്റെനൻസ് ആണോ? അല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ ശരിക്കുവേ ബൈക്കൊന്നും കയറരുതെന്നുണ്ട്. പക്ഷെ ഇതിൽ മൊത്തം ബൈക്കാ. ബൈക്ക്, സ്കൂട്ടർ, ഓട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറാൻ പാടില്ല. ഇതിൽ എല്ലാം ഉണ്ട്. ഓട്ടോറിക്ഷ കൊച്ചതൊക്കെ കണ്ടുപിടിച്ചത്. അവിടെ വെള്ളം കണ്ടോ കൊച്ചെ? കണ്ടോ? അടിപൊളിയില്ലേ? ഫുള്ള് തെങ്ങും. ഇതൊന്നും ഓട്ടോറിക്ഷ അല്ല കുഞ്ഞാ, ബൈക്കാണ്. പിന്നെ വേറെയും ഉണ്ട് ആൻസി, ബൈക്കാർക്ക് പോകാൻ വേറെ വഴി കാണിയല്ലായിരിക്കും ചിലപ്പോ. എന്നാ അവർക്കും യാത്ര ചെയ്യണ്ടേ അല്ലേ? ചിലർക്ക് പെറ്റി കിട്ടുന്നാണല്ലോ, ചില സ്ഥലത്ത് പെറ്റി കൊടുക്കും. നമ്മളൊക്കെ പോയ വഴിക്ക് അല്ല, അവിടെ അതല്ല ഇവിടത്തെ കാര്യം. ഇവിടെ ചിലപ്പോ ഇതിന്റെ താഴെ വഴി ഇല്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എല്ലായിടത്തും വണ്ടി കയറരുത് എന്ന് പറഞ്ഞാൽ അത് ഉള്ളവരിപ്പോ എന്ത് ചെയ്യും? അത് മാത്രമുള്ളവൻ എന്ത് ചെയ്യും അല്ലേ? ഇവനൊക്കെ കയ്യില് ഹെൽമെറ്റ് ഉണ്ടായിട്ട് തലയിൽ ഹെൽമെറ്റ് വെക്കാത്തല്ലേ ഇതൊക്കെ? നോക്കണ്ട, തലമുടി വൃത്തിയിടാവും. അതെ അതെ. ഇതാണ് ആ ബോർഡ് വരുന്നല്ലേ? അതിന്റെ അടുത്തേക്ക് എത്തുമ്പോ നോക്കിയോ, അതായത് ഈ വഴി കൂടി ക്രോസ് ചെയ്യാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്, ഇത്രയും സാധനങ്ങൾ കയറാൻ പാടില്ല. ഈ പോകുന്നത് ബൈക്കല്ല, അതൊരു 2 ടയറിലെ കുറെ അപാകതകൾ ഉണ്ട് ഇവിടെ അല്ലേ? എന്താ സംഭവം എന്ന് എനിക്കറിയില്ല.
സാധാരണ ഇതൊക്കെ കേരളത്തിൽ ഏറ്റവും ഭയങ്കര നിയമങ്ങൾ നോക്കുന്ന ഒരു സ്ഥലമല്ലേ കേരളം. അതെ അതെ. എന്നിട്ട് പിന്നെ കേരളത്തിൽ എന്താണ് അതൊന്നും നോക്കാത്തതെന്ന്? കൊറേ നിയമങ്ങൾ നോക്കുന്നത്, പക്ഷെ മുന്നിൽ പോകുന്ന വണ്ടിന്റെ മുകളിൽ എന്താ ഇരിക്കുന്നത്? അയ്യോ എത്ര പേരിക്കണേ നോക്കല്ലേ. അതെന്താ അങ്ങനെ കൊണ്ടോണേ? നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നോ? അതെ അതെ. നമ്മള് പക്ഷെ യൂണിവേഴ്സിറ്റി എത്തിയിട്ടോ പെട്ടെന്ന് ചടചടയുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതെ, അത് ഈ വഴിയുടെ പ്രത്യേകതയാണ്. കോൺക്രീറ്റ് പണിക്ക് പോകുന്ന ചേട്ടന്മാരാ ആ വെയിലത്ത് വെച്ചേ. അല്ല അത് പിന്നെന്നറിയോ, അതിലെ മുതലാളിമാരെ പറഞ്ഞാൽ മതിയല്ലോ, അവര് തൊഴിലാളികളാണ്, അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഓരോ സൈറ്റിലേക്ക് എടുത്തോണ്ട് പോകുന്നു, തിരിച്ചവിടെ കൊണ്ടാക്കുന്നു. ഇവിടെ എത്തിയില്ലേ പെട്ടെന്ന് എത്തിയ വഴിയുടെ ഗുണം കൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത്. അതൊരു കാര്യം. ശരിക്കും കേരളത്തിൽ ഇത് നിർബന്ധം തന്നെയാണ്. നമുക്കും പെട്ടെന്ന് യാത്രകൾ ചെയ്യാലോ. വയനാട്ടിലേക്കും കൂടി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? വയനാട്ടിലേക്ക് ഉള്ള ഒരു ചുരവും കൂടി നിന്നേക്കാണ് ഇപ്പോൾ. അപ്പഴാ ഉണ്ടായിരുന്ന ഒരു തുരങ്കപാതയും കൂടി നിർത്തി വെച്ചേക്കും അതല്ലേ. അപ്പോഴാണ് ഇനിയിപ്പോ ഹൈവേ NH66 കിട്ടും. നമ്മളെ നേരത്തെ വഴി കൂടെ ഒരു പേടിയല്ലേ, ആ വണ്ടി കിട്ടും ഈ വണ്ടി കിട്ടും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നുള്ള ടെൻഷനൊക്കെ. അപ്പൊ നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ദൂരം തെങ്ങല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ തെങ്ങ് കുറച്ച് കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മണ്ട പോയിക്കൊണ്ടിരിക്കല്ലേ. ഇങ്ങോട്ടൊക്കെ വരുമ്പോ കുറേ തെങ്ങുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ശരിക്കും അന്നൊക്കെ നമ്മൾ ഇതിന് താഴെ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിപ്പോ ഹൈറ്റിൽ കൂടി കാണുന്ന തെങ്ങിന്റെ ഇതിന്റെ ഒക്കെ അടുത്ത് കൂടി പോണ ഒരു ഫീൽ അല്ലേ. പക്ഷെ കൊറേ തെങ്ങുകൾ ഇങ്ങനെ കാണുമ്പോഴേ ഒരു സന്തോഷം. കേരളത്തിൽ തെങ്ങ് കൂടുതലാന്ന് നമുക്കൊന്നും കാണാനും ഇല്ല. ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോ കൊറേ അടുപ്പിച്ച് ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം. ഇവിടെ ഫുള്ള് വയലായിരുന്നല്ലോ, നെൽകൃഷി. ശരിക്കും തോന്നുന്നത് എല്ലാം കൊയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിട്ട് ഉഴുതു ഇടണം ഇനി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടി വരെ എത്താൻ സാധിച്ചുള്ളൂ. കുറച്ചും കൂടിയൊക്കെ പോവായിരുന്നു, പിന്നെ രാത്രിയായി. എന്താ അരിക്കൊമ്പനോ ഏതാ പടയപ്പയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് രാത്രിക്ക് റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോറി മാറിപ്പോയതാ, പടയപ്പ. കുഞ്ഞാറ്റക്കറിയോ പടയപ്പനെ? പടയപ്പ ആന. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് ഏറ്റ് പോകുന്നതായിരിക്കും അല്ലേ. പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ഗുഡ് നൈറ്റ്.